ഒരുപാട് മനുഷ്യന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറാനിലെ റോയ. അപ്പം ഞാൻ ആക്ച്വലി ഞാൻ ഇസ്ഫഹാനിലേക്ക് ടെഹ്റാനിൽ ബസ്സിൽ പോകണ്ടേ. ഞാൻ ടെഹ്റാനിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ആക്ച്വലി ഞാൻ 2 ദിവസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം ഞാനും പിന്നെ ദർവേഷ് എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ വീട്ടിൽ ഞാൻ 2 ദിവസം നിന്നത്. അയാളിവിടെ ഈ കാലിഗ്രാഫീൻ്റെ ടൂളൊക്കെ വിൽക്കാൻ വരുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇസ്ഫഹാനിൽ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവർ പറയാണ് നോ ബുക്കിംഗ് നോ ബസ്. നിങ്ങൾ ബുക്കിംഗ് ഉണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. യു ഹാവ് ടു ബുക്ക് ബിഫോർ 2 days. അപ്പോൾ ആൾക്കാർ വന്ന് ഇങ്ങനെ കയറുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ദർവേഷ് ഫ്ലൈറ്റിൽ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ, എനിക്ക് ഇറാൻ ഗ്രാമങ്ങളിലൂടെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദർവേഷ് നിങ്ങൾ വീട്ടിൽ പോയിക്കോ, കാരണം ഇനി ആളെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് മടി. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇവിടെ എവിടെയും താമസിക്കുന്നു പറഞ്ഞു. പറഞ്ഞു നോ, ഞാൻ നിന്നെയും കൊണ്ടേ പോകുള്ളൂ. ഒന്നൊക്കെ നീ ഇസ്ഫഹാനിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട്. അങ്ങനെ കുറേ സമയം കാത്തിരുന്നു. എന്നോട് പറഞ്ഞു ലെറ്റ്സ് വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ. അപ്പോൾ ഈ ബസ്സിലുള്ള ഇയാൾ വന്നിട്ട് പറഞ്ഞു ആർ യു ഏബിൾ ടു പേ ഡബിൾ ചാർജ്. പുള്ളി ശരിക്കും നമ്മളെ ഇത് ചെയ്യാണ്, പൈസ ഡബിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ബട്ട് യു ഹാവ് ടു സിറ്റ് ഓൺ ദ ഫ്ലോർ. സീറ്റൊന്നും തരൂല, താഴെ ഇരുന്ന് പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ എം റെഡി. എന്തായാലും എനിക്ക് ഇസ്ഫഹാനിലെത്തണം. ബിക്കോസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ്ഫഹാൻ ഇസ് കോളിങ് മീ. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇസ്ഫഹാനിലെ നീല പള്ളി തൊടുക എന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. ഇസ്ഫഹാനിലെ അതിമനോഹരമായ അവിടുത്തെ റഗിസ്ഥാൻ അല്ല, അവിടുത്തെ ഒരു സ്ഥലമുണ്ട് ഇസ്ഫഹാനിലെ, ഫോർഗോട്ട് ദ നെയിം. അപ്പോൾ അവിടുത്തെ പള്ളികളെ, അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ബ്യൂട്ടിഫുൾ. പേർഷ്യൻ ആർക്കിടെക്ചർ, പേർഷ്യൻ കാർപ്പറ്റ്, പേർഷ്യൻ ആർക്കിടെക്ചർ, ഹൗ ദേ മേക്ക് ദ മസ്ജിദ്. സോ അവിടെയുള്ള ആ ബ്യൂട്ടിഫുൾ പള്ളി തൊടുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഡ്രീമാണ്. ലൈക്ക് അയ സോഫിയ ബ്ലൂ മോസ്ക് ഇൻ ഇസ്തംബൂൾ. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഐ ഹാവ് ടു ഗോ. ഖലാസ്, നീ കിടന്നാണെങ്കിലും ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ഞാൻ ദർവേഷിനോട് പറഞ്ഞു ഖലാസ് അന ജാഹിസ്, അറബിയിൽ സംസാരിച്ച്. لا يا كريم انت تعبان يعني 6 ساعات كيف تروح 6 ساعات تجلس على الارض. 6 മണിക്കൂർ നീ ഇരുന്നിട്ട് എങ്ങനെ പോകുന്നു ചോദിച്ചിട്ടോട്. ഞാൻ പറഞ്ഞു ഖലാസ് കുഴപ്പമില്ല. 50 ഡിഗ്രി ചൂട്, ടെഹ്റാൻ ഇങ്ങനെ കത്തുകയാണ്. സോ ഞാനിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെപ്പിലായിരുന്നു, അത് ഈ വണ്ടിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്നു. കഴിയുന്നില്ല. അങ്ങനെ ഞാൻ ബാക്കിൽ പോയിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഇങ്ങനെ പോവാണ്. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരിങ്ങനെ നമ്മളെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ബാക്കിൽ പോയിരുന്നപ്പം ചന്തി ചൂടായി, അത്രയ്ക്ക് ഹോട്ടൽ ബസ്സിൻ്റെ ഒക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഒരു സൈഡിൽ വന്നിട്ട് ഒരാൾ ഇരിക്കുന്ന ഈ സീറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തല വെച്ചോട്ടെ. അപ്പോൾ ഒരു പയ്യനായിരുന്നു, ഇസ്ഫഹാനിലുള്ള പയ്യൻ. അവൻ എണീറ്റിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ, എനിക്ക് ജസ്റ്റ് തല വെച്ചാൽ മതി, കിടക്കാനാണെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു സോറി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഞാൻ കുഴപ്പം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തല വെച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ഒരു അരമണിക്കൂർ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം ഒരു പയ്യന് ഇങ്ങനെ വെള്ളം, ഇതിനടുത്ത് ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ ഈ സീറ്റിൻ്റെ അടുത്ത് സെൻറ്ററിൽ, പുള്ളി ഇങ്ങനെ വന്നിട്ട് വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട്. അപ്പോൾ ഒരു സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുന്നിലോട്ട് വാ, ഞങ്ങളും നിലത്തിരിക്കുന്ന ആൾക്കാർ അവിടെ വേറെ 2 പേരുണ്ട്, യു ക്യാൻ സിറ്റ് ടുഗദർ എന്ന് പറയുന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെയാണ്. ഞാൻ പിന്നെയും ഉറങ്ങിപ്പോയി. പിന്നെ ഡ്രൈവർ ഉണ്ടാവില്ല, 2 ഡ്രൈവർമാരുണ്ടാവില്ല. ഒരു ഡ്രൈവർ വന്നിട്ട് എന്നോട് പറഞ്ഞു കം ഫ്രണ്ട് സൈഡ് കം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി. എന്നോട് എന്നിട്ട് ഇത് അയാൾ ഇരിക്കുന്ന സീറ്റിൽ, കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണല്ലോ, ആ നിലയ്ക്കുള്ളൊരു ഹോസ്പിറ്റാലിറ്റി അവർ കാണിച്ചു. അയാൾക്കെന്തോ സങ്കടം വന്നിട്ടുണ്ടാവും ഞാനിങ്ങനെ ഉറങ്ങുന്നതൊക്കെ കണ്ടപ്പം. ഐ വാസ് സോ ടയർഡ്. അങ്ങനെ ഞാനൊരു അരമണിക്കൂർ ഉറങ്ങിയപ്പം പിന്നെ എനിക്ക് ഇവരൊക്കെ പരിചയപ്പെടണം. അപ്പോൾ അതിലൊരു അഫ്സാന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവൾ ഒരു ബ്യൂട്ടീഷ്യനാണ്. അവൾ ഇസ്ഫഹാനിലേക്ക് തിരിച്ചു പോകും വീട്ടിലേക്ക്. പിന്നുള്ളത് റസ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടാളക്കാരൻ, അവൻ ട്രെയിനിയാണ്, മീൻസ് പട്ടാളത്തിൽ നിന്ന്. അപ്പോൾ അവന് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളൊരു ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറും പിന്നെ അഫ്സാനും റസീം, ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയെ മാറി. 6 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ റസ എന്നോട് പറഞ്ഞു മൈ മദർ സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഗുഡ് എന്ന് അറിയുന്നോട്. ഞാൻ പറഞ്ഞു ദാറ്റ്സ് നൈസ് മാഷാ അല്ലാ യു. അപ്പോൾ എൻ്റെ ഹൊനർമന്ത് എന്നാ പറയാം,
ആർട്ടിസ്റ്റിന്. എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. സി നമ്മൾ ലൈഫിൽ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് നമ്മളെ പ്രിവിലേജ് അങ്ങ് എടുക്കും. സി അതൊരു കാരണം പ്രിവിലേജ് ഞാൻ വലിയ പൈസക്കാരനാണെന്നൊന്നുമല്ലല്ലോ, മീൻസ് ഐ എം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു പ്രൗഡ് ഉണ്ടല്ലോ. അത് പറയുന്നത് അതിനൊരു ഇതുണ്ട്, റെക്കഗ്നിഷൻ ഉണ്ട്. യെസ്, അത് പറയുന്നതോട് കൂടിയിട്ട് സ്പെഷ്യലി പേർഷ്യൻ പീപ്പിൾ യു നോ ഹൗ ദേ ട്രീറ്റ് ഇന്ത്യൻസ്. ഇഫ് യു ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് ഫോർ ഹൂ ലവ് മോസ്റ്റ് ഇന്ത്യൻ പീപ്പിൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരിക ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ. അത്രയ്ക്ക് ഇഷ്ടമായി ഇന്ത്യൻസിനെ. പക്ഷെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഞാൻ പോയിട്ട് നമ്മളെങ്ങനെ ആൾക്കാർ സെൽഫി എടുക്കും. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇവിടെ ഇത്ര ഫേമസ് ആണെന്നൊക്കെ വിചാരിക്കും. ആക്ച്വലി അതൊന്നല്ല, നിങ്ങൾ ഏത് ഇന്ത്യൻസിനോടും അവർ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അങ്ങനെ ഞാൻ മുമ്പിൽ പോയിരുന്നു, ഞങ്ങൾ പുള്ളി എനിക്ക് ചായ ഒഴിച്ച് തന്നു, ഭയങ്കര രസമായി. അങ്ങനെ രസം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മക്ക് ഫോൺ കൊടുക്കട്ടെ, മീൻസ് വിളിച്ചിട്ട് എനിക്ക് നിങ്ങളൊരു ഗിഫ്റ്റ് തരണം എന്ന് പറഞ്ഞു എന്നോട്. ഈ ഹുനർമന്ദാണല്ലോ, നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ലേ. അങ്ങനെ ഇയാൾ വിളിച്ചിട്ട് ഫോൺ തന്നു. ദിസ് ഈസ് മീ റോയ, റസാസ് മദർ, ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് an Indian artist coming to Isfahan, our place, and we would like to host you, and please come to our home, don't take any room. Straight away ഒരു മനുഷ്യനെ കണ്ടിട്ട് മണിക്കൂറുകൾ പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നോ ഐ ഓൾറെഡി ടുക്ക് ദ ഹോട്ടൽ, നോ യു ഹാവ് ടു കം ടു അവർ ഹോം. ശരിക്കും ഞാൻ ഞെട്ടി. ബസ്സിൽ ഒരുമിച്ച് ജസ്റ്റ് ഞാൻ കണ്ട്, അതും താഴെ ഇരുന്ന് പോയ ഒരാളെ അത്ര പെട്ടെന്ന് വിളിക്കുക. ഇസ്ഫഹാനിൽ വണ്ടി എത്തി, താഴെ ഇറങ്ങി നോക്കുമ്പോൾ റോയൻ്റെ ഹസ്ബൻഡ് ഹമീദ്, ചെറിയ മോള് കിമിയ, ഇവർ വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ലെറ്റ്സ് ഗോ ടു ഹോം. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഓൾറെഡി ബുക്ക് ചെയ്തു. ഓക്കെ ടുഡേ യു സ്റ്റേ ദെയർ ബിക്കോസ് അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, മറ്റവർക്കൊന്നും അത്ര അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഉണ്ട് ഇവനും ഇതുപോലെ തന്നെ ഒരു പഴയ ഫിയറ്റ് കാറുമായിട്ട് സെയിം ലൈക്ക് ഹാസൻ. അപ്പം ഞാൻ വിചാരിച്ചു ഈ നല്ല മനുഷ്യന്മാർക്കൊക്കെ മോശം കാറാണോ. കാറ് തിരിച്ചു പോകുന്ന സമയത്ത് 2 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി, ഓവർ ഹീറ്റിൽ. അല്ല എനിക്ക് ഭാഷ ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവന് ഞാൻ പറഞ്ഞത് മനസ്സിലാവും. ഗൂഗിൾ വെച്ചിട്ട് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. പോകുന്ന വഴിയിൽ ഞാൻ പിറ്റേ ദിവസം അന്നവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കുകയാണ്. 11 മണിയാകുമ്പോൾ വന്ന് കിമിയും ഫോട്ടോസൊക്കെ ഉണ്ട്, അവനും കൂടി റസിയും കൂടി എന്നെ കൂട്ടി പോവുക. 1 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പം ഞാൻ ദർവേഷിനോട് ചോദിച്ചു ഇവിടുത്തെ ഏറ്റവും നല്ല സ്വീറ്റ് എന്താണ് എനിക്ക് അവർക്ക് കൊടുക്കാനാണ്. അപ്പം എന്നോട് പറഞ്ഞ് ഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ് ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. അങ്ങനെ 2 കിലോ ഗാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ പോയിട്ട് വാങ്ങിച്ച്, കിമിയ ഉള്ളതല്ലേ. അങ്ങനെ പോയി അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ അവരെ കുടുംബത്തിലുള്ള മുർത്തസ, റോയൻ്റെ ഉപ്പുണ്ട്. പുള്ളി വലിയ ഫാമുകാരനാണ്. അപ്പോഴേ എൻ്റെ കിളി പോയി. കാരണം ഞാൻ മാജിദ് മജീദിയുടെ സിനിമയിൽ കണ്ട ആപ്പിൾ തോട്ടാണ് എൻ്റെ ഡ്രീം മുഴുവനും. ഐ വോണ്ട് ടു ഗോ ദാറ്റ്. എനിക്ക് ആ ആപ്പിൾ പോയി പറിക്കണം. സി ഭയങ്കര വിഷ്വലൈസേഷനാണ് ഉള്ളിൽ. പിന്നെ ഇവരുടെ വീട്, ഇവരുടെ സംസ്കാരം. നമ്മളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ വെള്ളച്ചാട്ടോ വലിയ ആംഫി തിയേറ്ററോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരുടെ കൾച്ചർ, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ തമാശകൾ, പാട്ടുകൾ, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ സൗണ്ട് രുചി, ശബ്ദം രുചി, ബ്യൂട്ടി. അപ്പോൾ മുർത്തസ അവിടെ വന്ന്, മുർത്തസ ഫാമുകാരനെന്ന് പറയാൻ പറഞ്ഞ് ഐ വോണ്ട് ടു സീ ദിസ് ഫാം. അവൻ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. മുർത്തസുണ്ട്, ഉമ്മയുണ്ട്. ഉമ്മൻ്റെ പേര് ഫാത്തിമ സഹറ ബത്തൂലാണ്. അവരുണ്ട്. ഇവരെല്ലാവരും കൂടി എന്നെ വെയിറ്റ് ചെയ്തിക്കുക. ഹിന്ദ് ഹുനർമന്ത് വരാമെന്ന് അവരൊക്കെ പറഞ്ഞത്. ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അലി എന്ന് പറഞ്ഞ ഒരു അമ്മോന് വരെ വന്നു. അയാൾക്ക് വെയ്യ, അയാൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്കാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു I would say Indian artist. ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്നിട്ട് കേൾക്കണോ, ഫുഡ് കഴിച്ചു. ഫുഡിൽ എന്നിട്ട് എന്നോട് റോയ പറയുകയാണ് ഈ ഫുഡിലെ സാധനം മുഴുവൻ ഉപ്പാൻ്റെ പാമെന്നാണ്. സി വാട്ട് ഓർഗാനിക്, എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് ഡ്രീം. എന്നിട്ട്
ഫുഡ് കഴിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ മുസല്ല ചോദിച്ചു. അപ്പം എന്നോട് റോയൻ്റെ ബ്രദർ ചോദിക്കുക, ആർ യു മുസ്ലിം? I was really happy the moment the whole world saying Iran is fundamentalist. ഇറാൻ ടെററിസ്റ്റ് കൺട്രി. ഇറാന് അറിയാലോ ആരാണ്. ആ ഇറാനിന്ന് എനിക്ക് ഫുഡ് തന്നതിന് ശേഷം ഒരാൾ ചോദിക്കുകയാണ്, ആർ യു മുസ്ലിം? അതും പ്രയർ ചോദിച്ചപ്പം ജസ്റ്റ് വെൻ ഐ ആസ്ക്ഡ് ദ പ്രേയർ. അപ്പം എന്നെ അവിടെ കൺസിഡർ ചെയ്തത് എൻ്റെ മതം നോക്കിയിട്ടല്ല, എൻ്റെ ജാതിയോ എൻ്റെ പേരോ എൻ്റെ നിറമോ ഒന്നുമല്ല. സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് യു വിൽ ഹാവ് വെനെവർ യു ഗോ അലോൺ, സോളോ ട്രാവൽ. ശരിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ അതിരുകൾ ഭേദിക്കുന്നത് മനുഷ്യരിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഐ റിയലി ഗോട്ട് എ ക്രൈ. താങ്ക് യു. Thank you, Karimaka. It's been wonderful talking to you. Yeah, we have a lot of experiences that നമ്മൾ ഒത്തിരി പഠിച്ചു. ഒത്തിരി ഞങ്ങൾക്ക് നിങ്ങളുടെ യാത്രയുടെ ഞങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റി. അത് നല്ലൊരു ഇതാണ്. പിന്നെ ഞങ്ങൾക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. താങ്ക് യു. പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. Thank you for blessing us with this I really conversation. Loved talking to you. The moment you came to me, I think you should be in podcast. നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യണം. കാര്യം യു ആർ എ വെരി ഗുഡ് ലിസണർ. താങ്ക് യു. എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആളെ ഞാൻ നിങ്ങളെ പോഡ്കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നും. When you asked a very kind question, it's not a question, of course, because നിങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുകയാണ്. You are a very good listener. You never know about me, my background, nothing. That's how I was talking to Fasil and Yahya. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞങ്ങൾ ക്യാൻവാസിൽ വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ആ സ്ട്രോക്കിൽ കൂടെ പോവാണ്. ഓരോരോ സ്ട്രോക്സ് നിങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ ആ സ്ട്രോക്കിൽ കൂടെ പോകുന്നു. എല്ലാവരും ഞങ്ങളെല്ലാവരും. Thank you so much. Thank you. Thank you. Thank you. Thank you.